ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം ഗരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമന്നാരായണീയം ദശകം 99 വേദസ്തുതി. വിഷ്ണോർവീര്യാണി കോ വാ കഥയതു ധരണേ കശ്ചരേണോന്മിമീതേ യസ്യൈവാംഘ്രിത്രയേണ ത്രിജഗതഭിമിദം മോദതേ പൂർണ്ണസമ്പദ് യോസോ വിശ്വാനി ദത്തേ പ്രിയമിഹ പരമം ധാമ തസ്യാഭിയായാം ത്വദ്ഭക്താ യത്ര മാദ്യന്ത്യമൃതരസമരന്തസ്യ യത്ര പ്രവാഹാം ആധ്യായാശേഷകർത്രേ പ്രതിനിമിഷനവീനായ ഭർത്രേ വിഭൂതേർഭക്താത്മാ വിഷ്ണവേയാ പ്രതിശതി ഹവിരാദീനി യജ്ഞാർച്ചനാദൗ കൃഷ്ണാദ്യം ജന്മയോ വാ മഹദിഹ മഹതോ വർണ്ണയേത് സോയമേവ പ്രീതപൂർണോ യശോഭിസ്തരിതമപി സരേത് പ്രാപ്യമന്ദേ പദം ദേ. ഹേ സ്തോതാരക്കവീന്ദ്രോസ്തമിഹ ഗരു യഥാ ഛേദയദ്വേതദൈവ വ്യക്തം വേദസ്യ സാരം പ്രണുവദ ജനനോപാത്തലീലാകഥാഭീം ജാനന്തശ്ചാസ്യ നാമാന്യഖിലസുഖകരാണീതി സങ്കീർത്തയദ്വം. ഹേ വിഷ്ണു കീർത്തനാദ്യൈസ്തവ ഖലു മഹതസ്തത്വബോധം ഭജേയം. വിഷ്ണോ കർമാണി സംപശ്യത മനസി സദാ യൈ സധർമാനബധ്നാത് യാനീന്ദ്രശീർഷഭൃത്യ പ്രിയസഖ ഇവ ച വ്യാദനോക്ഷേമകാരീ വീക്ഷന്തേ യോഗസിദ്ധാഃ പരപദമനിശം യസ്യ സമ്യക് പ്രകാശം വിപ്രേന്ദ്രാ ജാഗരൂക കൃതബഹുനുദയോ യച്ഛ നിർഭാസയന്തേ. നോ ജാതോ ജായമാനോപി ച സമധിഗതസ്തന്മഹിന്നോവസാനം ദേവശ്രേയാംസി വിദ്വാൻ പ്രതിമുഹുരപി തേ നാമ ശംസാമി വിഷ്ണോ തം ത്വാ സംസ്തൗമി നാനാവിധനുതി വചനൈരസ്യ ലോകത്രയസ്യ പ്യുർധ്വം വിഭ്രാജമാനേ വിരജിതവസതിം തത്ര വൈകുണ്ഠലോകേ. ആപസൃഷ്ട്യാദിജന്യ പ്രഥമമൈ വിഭോ ഗർഭദേശേ ദതുസ്ത്വാം യത്ര ത്വയ്യേവ ജീവാ ജലശയനഹരേ സംഗതാ ഐക്യമാപൻ തസ്യാജസ്യ പ്രബോധേ വിനിഹിതമഭവത് പത്മമേഘം ഹി നമാഭോ ദിക്പത്രം യത്കിലാഹോ കനകധരണിഭൃ കർണികം ലോകരൂപം. ഹേ ലോകാ വിഷ്ണുരേതത് ഭുവനമജനയത് തന്ന ജാനീധയൂയം യുഷ്മാകം ഹ്യന്തരസ്തം കിമപി തദപരം വിദ്യതേ വിഷ്ണുരൂപം. നീഹാരപ്രഖ്യമായ പരിവൃതമനസോ മോഹിതാ നാമരൂപൈ പ്രാണപ്രീത്യേകതൃപ്താശ്ചരതമഖപരാ ഹന്തനേച്ഛാമുകുന്ദേ. മൂർധ്നാമക്ഷണാം പദാനാം വഹസി ഖലു സഹസ്രാണി സംഭൂര്യ വിശ്വം തത്പ്രോത്ക്രമ്യാപി ദുഷ്ടൻ പരിമിതവിവരേ ഭാസി ചിത്താന്തരേപി. ഭൂതം ഭവ്യം ച സർവം പരപുരുഷ ഭവാൻ കിഞ്ച ദേഹേന്ദ്രിയാദി ഷാവിഷ്ടോപ്യുദ്ഗതത്വാദമൃത സുഖരസം ജാനുപുങ്ക്ഷേ ത്വമേവ. യത്തു ത്രൈലോക്യരൂപം ദദതപി ച തതോ നിർഗതോനന്ദശുദ്ധ ജ്ഞാനാത്മാ വർത്തസേ ത്വം തവ ഖലു മഹിമാ സോഭിതാമാൻ കിമന്യത്. സ്തോകസ്തേ ഭാഗ ഏവാഖില ഭുവനതയാ ദൃശ്യതേ ത്രിംശകൽപ്പം ഭൂയിഷ്ടം സാന്ദ്രമോദാത്മകമുപരി തതോ ഭാതി തസ്മൈ നമസ്തേ. അവ്യക്തം ദേ സ്വരൂപം ദുരധികമതമം തത്തു ശുദ്ധൈകസത്വം
വ്യക്തം ചാപ്യേതദേവ സ്ഫുടമമൃതരസാംഭോധികല്ലോലതുല്യം സർവോത്കൃഷ്ടാമഭീഷ്ടാം തദിഹ ഗുണരസേനൈവ ചിത്തം ഹരന്തിം മൂർത്തിം ദേ സംശയേഹം പവനപുരവതേ പാഹി മാം കൃഷ്ണരോഗാത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഓം ഗംഗണപതേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം സം സരസ്വത്യേ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇന്നത്തെ പ്രഭാഷണ വിഷയം ശ്രീമന്നാരായണീയത്തിലെ 99ാമത്തെ ദശകമാണ്. ഈ ഒരു പ്രഭാഷണം കേൾക്കുന്നതിനായിട്ട് ഭാഗവത ഗുരുകുലം ഗ്രൂപ്പിലെ എല്ലാ സജ്ജനങ്ങളായിട്ടുള്ള ആ ഗ്രൂപ്പിലെ എല്ലാവരെയും ഞാൻ ഈ ഒരു പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദസ്തുതിയാണ്. അതായത് ശ്രീ മേൽപ്പത്തൂര് 90 ദശകങ്ങളിലും കൂടെ ഭഗവാന്റെ വിവിധ അവതാര ലീലകളും അതിനുശേഷം കുറെ തത്വജ്ഞാനങ്ങളും 91ാമത്തെ ദശകം തുടങ്ങിയിട്ട് നമ്മൾ ഇതിനകം കേട്ട് കഴിഞ്ഞു. ഇനി വേദമന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. ഭഗവാന്റെ ഒരു മഹിമ വർണ്ണിച്ചുകൊണ്ട് വേദങ്ങൾ ഉപയോഗിച്ച് ശ്രീ മേൽപ്പത്തൂര് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് 99ാം ദശകം എഴുതിയിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിന്റെ പല ഭാഗത്തും വേദമന്ത്രങ്ങൾ എടുത്തുകൊണ്ട് ഭാഷയ്ക്കും വൃത്തത്തിനൊക്കെ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ അനേകം ശ്ലോകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാഗവത സംഗ്രഹമായിട്ടാണല്ലോ നമ്മുടെ നാരായണീയം രചിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മേൽപ്പത്തൂര് വിചാരിച്ചു ഇതുപോലെ വേദമന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഭഗവാനെ സ്തുതിക്കുന്നത് ഉചിതമാണെന്ന് കരുതിയിട്ടാണ് ഋഗ്വേദത്തിലെ വിഷ്ണു സൂക്തത്തിലെ പ്രധാന മന്ത്രങ്ങളാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. വേദങ്ങളെ പറ്റി പഠിക്കാനൊന്നും എനിക്ക് ഒരു വേദത്തിലെ ഒന്നും അറിയില്ല ശ്ലോകങ്ങളെ കുറിച്ച്. എന്നാലും 99ാമത്തെ ദശകത്തില് ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് ശ്രീ മേൽപ്പത്തൂര് എങ്ങനെയൊക്കെയാണ് ഈ ശ്ലോകങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രീ ഗുരുവായൂരപ്പന് ഒരു അവസരം തന്നതാണ്. ഭഗവാന്റെ പാദത്തിൽ ഞാൻ ആദ്യമായിട്ട് നമസ്കരിക്കുകയാണ്. നമസ്കരിച്ചുകൊണ്ട് 1ാമത്തെ ശ്ലോകത്തിൽ എങ്ങനെയാണ് സ്തുതിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വിഷ്ണോർവീര്യാണി കോവാ കഥയതു തരണേ കശ്ചരേണോന്മിമീതേ യസ്യൈവാംഘ്രിത്രയേണ ത്രിഗജദഭിമിതം മോദതേ പൂർണ്ണസമ്പത് യോസൗ വിശ്വാനി ധത്തേ പ്രിയമിഹ പരമം ധാമ തസ്യാഭിയായാം ത്വത്ഭക്താ യത്ര മാദ്യന്താമൃതരസമരന്തസ്യ യത്ര പ്രവാഹ. ഭഗവാൻ സർവവ്യാപിയായിട്ടാണ് ഭഗവാൻ വിഷ്ണു. വിശ്വം വിഷ്ണു എന്നല്ലേ പറയുന്നത്. അപ്പൊ അതായത് ഭഗവാൻ ഈ വിശ്വം മുഴുവൻ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനാണ് ശ്രീ മഹാവിഷ്ണു. ആ വിഷ്ണുവിന്റെ പ്രഭാവമായിട്ടുള്ള അതിശയങ്ങൾ എത്രയാണെന്ന് വിവരിക്കാൻ ആർക്കും സാധിക്കില്ല. നമുക്ക് വേണമെങ്കിൽ ഭൂമിയിൽ അല്ലെങ്കിൽ കടലിലൊക്കെ ഉള്ള മൺതരികൾ, സമുദ്രതീരത്തുള്ള മൺതരികൾ വേണമെങ്കിൽ അനേക ജന്മം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് എണ്ണിത്തീർക്കാം. എന്നാൽ ശ്രീ മഹാവിഷ്ണുവിന്റെ ആ ഒരു പ്രഭാവങ്ങളുടെ കാര്യം അത് ആർക്കും വർണ്ണിക്കാൻ സാധിക്കേയില്ല. ഭഗവാനാണെങ്കിൽ നമുക്കറിയാം വാമനാവതാരത്തിൽ ഭഗവാൻ 3 അടി കൊണ്ടാണ് ഈ ലോകം മുഴുവൻ അളന്നെടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ആ ഒരു പാദങ്ങൾ പതിഞ്ഞതുകൊണ്ട് തന്നെ ഈ 3 ലോകത്തും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി. അതുപോലെ തന്നെ ജീവജാലങ്ങളാണെങ്കിലോ ഇപ്പോഴും ആ ഒരു സന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് ഭഗവാനെ ഗുരുവായൂരപ്പനെ വിചാരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായെങ്കിലും നമുക്ക് ആ ഒരു സന്തോഷം ഭഗവാനെ വിചാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ലോകങ്ങളെ എല്ലാം ധരിക്കുന്നത് ആ വിഷ്ണുവാണ്. ഇവിടെ കഴിഞ്ഞുകൂടുന്ന ഞാൻ വിഷ്ണുവിനെ ഏറ്റവും പ്രിയപ്പെട്ടതും സർവോത്തമവുമായ വൈകുണ്ഠത്തിൽ എത്തിച്ചേരണമേ എന്നാണ് പറയുന്നത്. വിഷ്ണുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് വൈകുണ്ഠം. അപ്പൊ ആ വൈകുണ്ഠത്തില് പരമാനന്ദം അനുഭവിക്കുന്നുണ്ട്. അവിടെ വിഷ്ണു ഭക്തന്മാരാണ് അവിടെ എത്തിച്ചേരാൻ യോഗ്യത ഉള്ളവര്.
അപ്പൊ അങ്ങനെയുള്ള ആ ഒരു വൈകുണ്ഠത്തിൽ എത്തിച്ചേരണമേ എന്ന് ശ്രീ മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുകയാണ്. പൂന്തൻമോലെ മധുരമായ മോക്ഷസൗഖ്യം അവിടെ എങ്ങും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മോക്ഷമാകുന്ന ഒരു സൗഖ്യം, എല്ലാവരുടെയും ആഗ്രഹം മോക്ഷം കിട്ടണേ, ഇനി ഒരു പ്രാരബ്ധമുള്ള ഒരു ജന്മം ഉണ്ടാവരുതേ എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു മോക്ഷത്തിലേക്കുള്ള വഴി എല്ലാവരും സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. ഭഗവാന്റെ ആ ഒരു വർണ്ണന അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകള് അതൊക്കെ നമ്മൾ എപ്പോഴും സ്തുതിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. അപ്പൊ അതേ അധ്യായത്തിൽ തന്നെ 26-ാം വർഗത്തിലെ 2-ാം മന്ത്രമാണ് 2-ാമത്തെ ശ്ലോകത്തിൽ പരാവർത്തനം ചെയ്യുന്നത്. ആദ്യായ ശേഷകർത്രേ പ്രതിനിമിഷ നവനീനായ ഭർത്രേ വിഭൂതേർ ഭക്താത്മാ വിഷ്ണവേയ പ്രതിശതി ഹവിരാദീനി യജ്ഞാർച്ചനാദൗ കൃഷ്ണാദ്യം ജന്മയോ വാ മഹദിഹ മഹദോ വർണ്ണയേത് സോയമേവ പ്രീതഃ പൂർണ്ണോ യശോഭിസ്ത്വരിതമഭിസരേത് പ്രാപ്യ മന്ദേ പദം തേ. ലോകോൽപത്തിക്ക് തന്നെ ഭഗവാൻ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത്രയും പണ്ടേ ഉള്ളവനായിട്ട് ഭഗവാന്റെ പുതുമ അങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇപ്പൊ മനുഷ്യരോ അല്ലെങ്കിൽ അതുപോലുള്ള ജീവികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാലങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ നമ്മളുടെ ആ ഒരു മുഖത്തെ ചൈതന്യവും ഐശ്വര്യവും ആ ഒരു പുതുമയൊക്കെ നമുക്ക് നഷ്ടപ്പെടും. പക്ഷെ ഭഗവാന്റെ കാര്യത്തിലാണെങ്കിലോ എത്ര പണ്ടേ ഉള്ളവനാണെങ്കിലും ഓരോ നിമിഷത്തിലും ഭഗവാന്റെ പുതുമ അങ്ങനെ കൂടിക്കൂടി വരികയാണ് എന്ന് പറയുകയാണ്. സർവൈശ്വര്യ സംഭവനുമായ വിഷ്ണുവിന് ഏതൊരു ഭക്തനാണോ, അങ്ങനെയുള്ള ആ ഒരു വിഷ്ണുവിന് ഏതൊരു ഭക്തനാണോ യാഗാദി പൂജാദികളാല് ഹോമദ്രവ്യവും പുഷ്പവും നിവേദ്യവും ഒക്കെ സമർപ്പിക്കുന്നത്, ഏത് ഭക്തനാണോ വിഷ്ണുവിന്റെ മഹനീയമായിട്ടുള്ള കൃഷ്ണാദ്യാവതാര കഥകളെ വർണ്ണിക്കുന്നത്, ആ ഭക്തന് മാത്രമേ ഐഹിക ജീവിതത്തെ സന്തോഷവും കീർത്തിയും നേടി ഒടുവിൽ നേരിട്ട് വൈകുണ്ഠ ലോകത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമുക്ക് പല പ്രയാസങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ ഇങ്ങനെ പൈസ ചെലവാക്കിയിട്ടുള്ള വഴിപാടുകളോ അങ്ങനെയൊന്നും ചിലപ്പം കഴിയാൻ സാധിക്കുന്നു വരില്ല. പക്ഷെ നമ്മൾ വീട്ടിൽ ആരാധിക്കുന്ന ആ ഒരു കൃഷ്ണന്റെ വിഗ്രഹത്തിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ നമ്മൾ വിളക്ക് കത്തിച്ച് പൂജിച്ചു വെക്കുന്ന ആ ഒരു കൃഷ്ണന് മുമ്പിൽ ഒരു തുളസിപ്പൂവെങ്കിലും നമുക്ക് എല്ലാ ദിവസവും സമർപ്പിക്കാം. അല്ലെങ്കിൽ ഭഗവാൻ ഇഷ്ടമുള്ള ഒരു വനമാല നമുക്ക് വേണമെങ്കിൽ ചാർത്താം കെട്ടിയിട്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഭഗവാനെ സമർപ്പിക്കുക. എന്നിട്ട് ഭഗവാന്റെ ആ ഒരു കഥകളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഈ കഥ കേൾക്കുമ്പോൾ തന്നെ കുറെ സമയം നമ്മളുടെ മനസ്സിൽ നിന്ന് പല വിഷമങ്ങളും അകന്ന് നിൽക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ ഒരു സന്തോഷവും കീർത്തിയും ഒക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ ലോകത്തെ എല്ലാവർക്കും വിഷമങ്ങൾ തന്നെയാണ്. ഓരോരുത്തർക്കും അവരുടേതായ വിഷമങ്ങളുണ്ടാവും. സമ്പത്ത് കൂടുതലുള്ളവർക്ക് അവരുടെ വിഷമങ്ങൾ, കുറവുള്ളവർക്ക് അതിൻ്റെതായ വിഷമങ്ങൾ, എല്ലാവരും അതാത് പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും സന്തോഷവും കീർത്തിയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനെ സ്തുതിക്കണം, ഭഗവാന്റെ അവതാര കഥകൾ വർണ്ണിക്കണം എന്നുള്ളതാണ് 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 3-ാമത്തെ ശ്ലോകത്തിലോ അതേ വർഗത്തിലെ തന്നെ അടുത്ത മന്ത്രമാണ് 3-ാം ശ്ലോകത്തിൽ പരാവർത്തനം ചെയ്യുന്നത്. ഹേ സ്തോതാര കവീന്ദ്രസ്തമിഹ ഖലു യഥാ ചേദയധ്വേ തഥൈവ വ്യക്തം വേദസ്യ സാരം പ്രണുവത ജനനോപാത്തലീലാ കഥാഭി ജാനന്തശ്ചാസ്യ നാമാന്യഖില സുഖകരാണീതി സങ്കീർത്തയധ്വം ഹേ വിഷ്ണു കീർത്തനാദ്യസ്തവ ഖലു മഹദസ്തത്വബോധം ഭജേയം. രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും ഒക്കെ സ്തുതിച്ചു പാടാൻ മഹാകവികളുണ്ട്. ഇപ്പൊ ഇന്നും നമുക്കറിയാം സ്തുതി പാടകരുണ്ട്, ഭരണകർത്താക്കളൊക്കെ സ്തുതിച്ചു പാടാനായിട്ട്. എന്നാലും ഭഗവാനെ എന്ത് നമ്മൾ ചെയ്യണം? സാക്ഷാൽ വേദസാരഭൂതനായിട്ടുള്ള വിഷ്ണു ഭഗവാനെ നമ്മൾ ആരെങ്കിലും സ്തുതിക്കുന്നുണ്ടോ? ആ സമയത്ത് ഈ രാജാക്കന്മാരെയൊക്കെ സ്തുതിക്കുന്ന മഹാകവികളൊന്നും ഭഗവാനെ സ്തുതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ വേദസാരഭൂതനായിട്ടുള്ള വിഷ്ണു ഭഗവാനെ ലീലാവതാര കഥകൾ ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമായിട്ട് സ്തുതിക്കണം. ഭഗവാന്റെ നാമങ്ങളെ എല്ലാവർക്കും സുഖകരങ്ങളാണെന്ന് കരുതി ആ നാമങ്ങളെ കീർത്തനം ചെയ്യണം. ഞാൻ ഏതായാലും സർവോത്തമനായ ഭഗവാന്റെ നാമങ്ങൾ കീർത്തിച്ചും സ്തോത്രങ്ങൾ പാടിയും മറ്റും തത്വജ്ഞാനം നേടുവാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് മേൽപ്പത്തൂര് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഭഗവാന് ഗുരുവായൂരമ്പലത്തിലോ അല്ലെങ്കിൽ അതുപോലുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെ മണിക്കൂറുകളോളം നമ്മൾ വരി നിൽക്കും. പക്ഷെ ആ വരിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും, ഡ്രസ്സ് നോക്കും, വേറുള്ളവരുടെ മൂവ്മെന്റ്, അവരുടെ നടത്തം എങ്ങനെയാണെന്ന് നോക്കും. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും അടുത്തിരിക്കുന്ന ആളുമായിട്ട്
സംസാരിച്ച് നമുക്ക് ആ വീട്ടിലെ കാര്യങ്ങളോ അതുപോലെ സുഖകരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലാതെ സംസാരിക്കും. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ കിട്ടുന്ന അവസരങ്ങൾ അതൊക്കെ ഭഗവാനുള്ള നാമമായിട്ട് സമർപ്പിക്കുക. എത്ര സമയം നമ്മൾ വരി നിൽക്കണോ അത്രയും സമയം ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക, നാരായണീയം ചൊല്ലുക, അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് തത്വജ്ഞാനം നേടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 4-ാമത്തെ ശ്ലോകത്തിലോ വിഷ്ണു കർമാണി സമ്പശ്യത മനസി സദാ യൈസ ധർമാന ബധ്നാത് യാനേന്ദ്രസ്യേഷ ഭൃത്യ പ്രിയസഖ ഇവ ച വ്യാതനോ ക്ഷേമകാരി വീക്ഷന്തേ യോഗസിദ്ധ പരപദമനിശം യസ്യ സമ്യക് പ്രകാശം വിപ്രേന്ദ്ര ജാഗരൂകാ കൃത ബഹുനുതയോ യച്ച നിർപ്പാസയന്തേ. ഭക്തന്മാരെ, അല്ലയോ വിഷ്ണു ഭക്തന്മാരെ, വിഷ്ണുവിന്റെ കർമ്മങ്ങളെ എല്ലാ സമയത്തും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കണം. നമുക്ക് കിട്ടുന്ന എന്തും നല്ലതായാലും ചീത്തയായാലും ഒക്കെ അത് ഭഗവാന്റെ ശ്രീ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. നല്ലത് കിട്ടുമ്പോൾ സന്തോഷിക്കുമ്പോഴും ഇതെനിക്ക് ഭഗവാൻ തന്നതാന്ന് പറയാ. ചിലപ്പോൾ നമ്മൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും, പല പ്രയാസങ്ങളും നമുക്കുണ്ടാവും. അപ്പോഴും അത് ഭഗവാന്റെ ഒരു ഇതാണ്, അല്ലെങ്കിൽ ഭഗവാൻ തന്ന കർമ്മങ്ങളാണെന്ന് വിചാരിച്ച് നമ്മൾ സമാധാനിപ്പിക്കുക. അതാണ് വേണ്ടത്. ഏത് കർമ്മങ്ങളെ കൊണ്ടാണോ വിഷ്ണു ധർമ്മങ്ങളെ അധർമ്മബാധയിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളത്, ആ കർമ്മങ്ങളെ, ഏതു കർമ്മങ്ങളെയാണ് വിഷ്ണു ഇന്ദ്രന്റെ ഗുണത്തിന് വേണ്ടി, അതായത് ഒരു ഭക്തനായിട്ടുള്ളതിന് വേണ്ടി ഭഗവാൻ ഭൃത്യനെ പോലെയും, ഇപ്പൊ അർജുനനാണെങ്കിൽ നമുക്കറിയാം ഒരു പ്രിയ സുഹൃത്തിനെ പോലെയായിട്ടാണ് ഭഗവാൻ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളത്. നല്ല പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതും സർവോത്കൃഷ്ടവുമായ ഏതു സ്ഥാനത്തെയാണോ യോഗീശ്വരന്മാർ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്, ആ വിഷ്ണുവാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. ആ വിഷ്ണുവിന്റെ സ്ഥാനം എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്. ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ഉത്സാഹത്തോടുകൂടി വളരെ വളരെ സ്തുതിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. യോഗികളാൽ ധ്യാനിക്കപ്പെടുന്നതും നല്ല പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതും ബ്രാഹ്മണന്മാർ വേദമന്ത്രങ്ങളെ കൊണ്ട് സ്തുതിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുമായ മഹനീയ സ്ഥാനമുള്ള വൈകുണ്ഠവാസിയായ വിഷ്ണുവിന്റെ ധർമ്മരക്ഷാകരങ്ങളായ മത്സ്യകൂർമാദ്യാദി അവതാരങ്ങളിലെ ലീലാവിലാസങ്ങളെയും ഇന്ദ്രക്ഷേമകരങ്ങളായ വാമനാദ്യ അവതാരങ്ങളിലെ വിലാസങ്ങളെയും അല്ലയോ ഭക്തന്മാരെ, നിങ്ങൾ എപ്പോഴും ധ്യാനിച്ചു കൊള്ളണം എന്ന് പറയാണ്. ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ധ്യാനിക്കണം. അതുപോലെ ഭഗവാൻ ഇന്ദ്രന് വേണ്ടിയിട്ടുള്ള ചെയ്ത അവതാര ലീലകൾ, വാമനാവതാരം മുതലുള്ള അവതാര ലീലകൾ, പിന്നെ നരസിംഹാവതാരമൊക്കെ പിന്നെ അസുരനായിട്ടുള്ള പ്രഹ്ലാദന് വേണ്ടിയിട്ടാണല്ലോ, ഭക്തനായിട്ടുള്ള പ്രഹ്ലാദന് വേണ്ടിയിട്ടാണ് നരസിംഹാവതാരം തന്നെ ഉണ്ടായത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവതാരങ്ങളെയൊക്കെ നമ്മൾ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്കറിയാം ഭഗവാൻ എപ്പോഴും ഒരു കാല് ചരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് ഒരു കാല് ഭഗവാൻ ധർമ്മിഷ്ഠന്മാരെ രക്ഷിക്കാനാണ്, മറ്റേ കാലാണെങ്കിലോ ചരിച്ചു വെച്ചിരിക്കുന്ന കാല് അധർമ്മികളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാലാണ് ഭഗവാന്റെ ചരിച്ചു വെച്ചിരിക്കുന്ന കാല്. ഒരു കാല് ഭഗവാൻ നേരെ വെച്ച് ധർമ്മിഷ്ഠന്മാരെ രക്ഷിക്കുന്നു, ഭക്തന്മാരായിട്ടുള്ളവരെ മറ്റു കാലുകൊണ്ട് അധർമ്മത്തെ ഇല്ലാതെയാക്കാണ് ഭഗവാൻ എന്നുള്ളതാണ് നമുക്ക് തത്വങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ഇനി 5-ാമത്തെ അഷ്ടകത്തിൽ എന്താണ് 5-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? 5-ാം അഷ്ടകം 6-ാം അധ്യായത്തിൽ 24-ാം വർഗത്തിലെ 2-ാം മന്ത്രത്തിന്റെ 1-ാം മന്ത്രം ഒരു പാദം കൊണ്ടും 25-ാം വർഗത്തിലെ 5-ാം മന്ത്രം തുടർന്നും 3 പാദം കൊണ്ടുമാണ് സംഗ്രഹിക്കുന്നത്. വേദമന്ത്രങ്ങളൊക്കെ വളരെ വളരെ അമൃതം പോലെ സംഹരിച്ചിട്ടാണ് ശ്രീ മേൽപ്പത്തൂര് നമുക്ക് തന്നിരിക്കുന്നത്. നോ ജാതോ ജായമാനോ വിജ സമധിഗതസ്ത്വന്മഹിംനോവസാനം ദേവശ്രേയാംസി വിദ്വാൻ പ്രതിമുഹുരവിതേ നാമശംസാമി വിഷ്ണോ തം ത്വാം സംസ്തോമി നാനാവിധനുതി വചനൈരസ്യ ലോകത്രയസ്യാപ്യൂർധ്വം വിഭ്രാജമാനേ വിരചിതവസതിം തത്ര വൈകുണ്ഠലോകേ. വിഷ്ണു ഭഗവാനെ മുമ്പ് ജനിച്ചിട്ടുള്ളവരും ഭാവിയിൽ ജനിക്കാൻ പോകുന്നവരുമായ ഏതൊരാൾക്കും ഭഗവാന്റെ ആ ഒരു മഹാത്മ്യം എത്രയെന്ന് തീർച്ചപ്പെടുത്താൻ സാധ്യമല്ല, അതിന് അവസാനവും ഇല്ല. നാമസങ്കീർത്തനം എല്ലാ ശ്രേയസ്സുകൾക്കും കാരണമാണെന്ന് മനസ്സിലാക്കി ഞാൻ നാമങ്ങൾ കീർത്തിക്കുന്നു. ഇത് മേൽപ്പത്തൂരിന് മാത്രമല്ല, നമുക്ക് പറഞ്ഞുതരാണ്. ഭഗവാന്റെ നാമങ്ങൾ നമ്മൾ കഴിയുന്നിടത്തോളം കീർത്തിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. എല്ലാ ലോകങ്ങളുടെയും മുകളിലുള്ള വൈകുണ്ഠ ലോകത്തിൽ വസിച്ചരുളുന്ന നിന്തിരുവടിയെ ഞാൻ പല വിധത്തിലുള്ള സ്തുതിവാക്യങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാനെ സ്തുതിക്കുകയാണ് 5-ാമത്തെ ശ്ലോകത്തില്. അത് കഴിഞ്ഞ് ഇനി 6-ാമത്തെ ശ്ലോകത്തിലോ 8-ാം അഷ്ടകം 3-ാം അധ്യായത്തിൽ 17-ാം വർഗത്തിലെ 6-ാം മന്ത്രം ഒരു പദ്യത്തിലാണ് വികസിപ്പിച്ചിരിക്കുന്നത്. അതാണ് 6-ാമത്തെ ശ്ലോകം.
ആപസൃഷ്ട്യാദിജന്യാ പ്രഥമമയി വിഭോ ഗർഭദേശേ ദതുസ്ത്വാം യത്ര ത്വയ്യേവ ജീവാ ജലശയനഹരേ സംഗതാ ഐക്യമാപൻ തസ്യാജസ്യ പ്രബോധേ വിനിഹിതമഭവത് പത്മമേകം ഹിനാഭോ ദിക്പത്രം യത്കിലാഹു കനകധരണിഭൃത് കർണികം ലോകരൂപം. ലോക സൃഷ്ടിയുടെ ആരംഭത്തിൽ ആദ്യമുണ്ടായത് ജലമാണ്. ആ ജലം ഭഗവാനെ ഗർഭത്തിൽ ധരിച്ചു. ജീവരാശികളെല്ലാം ഭഗവാനിൽ ഐക്യം പ്രാപിച്ചു. അതായത് ഓരോ യുഗത്തിന് ശേഷവും പ്രളയം വന്നു. ആ പ്രളയ സമയത്ത് എല്ലാം ഭഗവാന്റെ ആ ഒരു ഗർഭത്തിൽ ധരിച്ചു, ഭഗവാന്റെ നാഭിക്കുള്ളിൽ ധരിച്ചു. അതിനുശേഷം അതിൽ നിന്നാണ്, ആ നാഭിയിൽ നിന്നാണ് ഒരു താമരപ്പൂ ഉണ്ടായിട്ട് വന്നത്. ലോകം തന്നെയാണ് ആ താമരപ്പൂവ്. അതിന് 8 ഇതളുകളാണ്, 8 ദിക്കുകളായിട്ട് പറയുന്നത്. മധ്യത്തിലുള്ളത് മഹാമേരു പർവ്വതത്തിന്റെ ആദ്യ കർണികയായിട്ടാണ് പറയുന്നത്. അപ്പൊ ആദ്യം ജലത്തിൽ ശയിച്ചത് കൊണ്ടാണ് ഭഗവാന് നാരായണൻ എന്നിട്ടുള്ള ആ ഒരു പേരെന്നെ വന്നത്. അപ്പൊ ഭഗവാൻ ആ നാരായണൻ എന്നുള്ള പേര് കിട്ടിയത് എങ്ങനെയാണ്? നാരം അയനമായിട്ടുള്ളവനാണ് നാരായണൻ. അതായത് ജലമാണ് വാസസ്ഥാനമായിട്ടുള്ളവൻ എന്ന അർത്ഥം. നമുക്കറിയാം ബ്രഹ്മാണ്ടും അതെ, പിണ്ടാണ്ടും അതെ, രണ്ടും ഏകദേശം ഒരേപോലെയാണ്. നമ്മുടെ ശരീരം നോക്കിയാലും അതെ. ഇപ്പൊ ഈ ലോകം, ഈ പ്രകൃതി, എല്ലാ സൃഷ്ടികളും പ്രളയകാലത്ത് ലയിക്കുന്നത് ഒരു ജലത്തിലാണ് ലയിക്കുന്നത്. ആ ജലത്തിൽ നിന്നാണ് നാരായണൻ എന്നുള്ള ആ ഒരു ചൈതന്യം ഉള്ളത്. ആ ചൈതന്യത്തിൽ നിന്നാണ് ബാക്കി സൃഷ്ടികൾ ബ്രഹ്മാവിലൂടെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് മനുഷ്യനായുള്ളത്. നമ്മുടെ ആദ്യത്തെ ഒരു ഗർഭം ഉണ്ടാവുന്നത് ഒരു ജലത്തിലാണ് ആ ഗർഭം ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സാമ്യമുണ്ട് നമ്മുടെ ഈ ഒരു പ്രകൃതിയും അതുപോലെ നമ്മുടെ ഒരു ഓരോ ജീവികളുടെയും ആ ഒരു ദേഹമായിട്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഭഗവാൻ ആ നാരായണൻ എന്നുള്ള പേര് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് കിട്ടും. നാരം അയനമായിട്ടുള്ളവനാണ് നാരായണൻ, അതായത് ജലം വാസസ്ഥാനമായിട്ടുള്ളവനാണ് എന്നർത്ഥം. അവിടെ നിന്നാണ് പിന്നീട് ബാക്കി എല്ലാ സൃഷ്ടികളും ഉണ്ടായത്. പിന്നെ ഇനി 7ാമത്തെ ശ്ലോകത്തിൽ എന്ത് പറയുന്നു? ഹേ ലോക വിഷ്ണുരേതത് ഭുവനമജനയത് തന്ന ജാനീഥ യൂയം യുഷ്മാകം ഹ്യന്തരസ്തം കിമപി തതപരം വിദ്യതേ വിഷ്ണുരൂപം നിഹാരപ്രഖ്യമായ പരിവൃത മനസോ മോഹിതാ നാമരൂപൈഃ പ്രാണപ്രീത്യേക തൃപ്താശ്ചരഥമഖപരാ ഹന്തനേച്ഛാ മുകുന്ദേ. അല്ലയോ ജനങ്ങളെ, വിഷ്ണുവാണ് ഈ ലോകം സൃഷ്ടിച്ചതെന്നോ നിങ്ങളുടെ അകത്തും വിഷ്ണു ഉണ്ടെന്നോ എന്ന് നിങ്ങൾ അറിയുന്നേയില്ല. നമ്മളെല്ലാവരും ഭഗവാനെ പോയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് നിൽക്കും. ആ ഭഗവാൻ വേറെയാണെന്നും നമ്മൾ വേറെയാണെന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. എന്നാൽ അങ്ങനെയല്ല, നമ്മുടെ അകത്താണ് വിഷ്ണു ഉള്ളത്. നമ്മുടെ അകത്തുള്ള ആ ഒരു ചൈതന്യം തന്നെയാണ് വിഷ്ണു. നമ്മളുടെ ശരിയായ ബോധം മറയ്ക്കുന്നതും നാമരൂപങ്ങളിൽ സത്യത്വ പ്രതീതി ജനിപ്പിക്കുന്നതും മായയാണ്. ശരിക്കും ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 25 തത്വങ്ങളിലൂടെയാണ് വൈഷ്ണവ തത്വത്തിൽ പറയുന്നത് ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള ഒരു വ്യത്യാസം. പിന്നെ അതുപോലെ ശൈവ രീതിയിലാണെങ്കിൽ, അല്ലെ ശാക്തേയ രീതിയിലാണെങ്കിൽ, കാശ്മീരി ശൈവ സമ്പ്രദായത്തിലാണെങ്കിൽ 36 തത്വങ്ങളാണ് ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഈശ്വരനാണ്. പിന്നെ നമ്മളെ ഈശ്വരനിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നതാണ് എന്താണ്? മായയും മായയുടെ 5 കഞ്ചുകങ്ങളുമാണ് നമ്മളെയും ഈശ്വരനെയും കൂടെ വ്യത്യാസപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വർഗാദികൾ ആഗ്രഹിച്ചിട്ട് യാഗാദി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടിയാണ്. അതായത് നമ്മളെല്ലാം ചെയ്യുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും ഒക്കെ ഉള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഭഗവാന്റെ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത നിമിത്തം നമ്മൾ വിഷ്ണുവിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കഷ്ടം തന്നെ. അപ്പൊ നമ്മൾ എവിടെങ്കിലും വരിയിലൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അടിപ്പിടി കൂടി മുന്നത്തെ ആളെ ഇടിച്ചു കയറി എങ്ങനെങ്കിലും സൈഡിൽ കൂടെ കയറിന്റെ അടിയിൽ കൂടെ കയറാം. അപ്പൊ കൊട്ടിയൂരൊക്കെ പോയപ്പോ നമ്മൾ കണ്ടതാണ് എത്ര മനുഷ്യരാണ് കയറിന്റെ അടിയിൽ കൂടെ ഓവർടേക്ക് ചെയ്ത്. എങ്ങോട്ടാണ് ഈ പോക്ക്? നമുക്കറിയാം, നമുക്ക് കൊട്ടിയൂരോ അല്ലെങ്കിൽ അതുപോലുള്ള ക്ഷേത്രങ്ങളിലോ, അപ്പൊ ഗുരുവായൂർ ക്ഷേത്രമാണെങ്കിൽ അവിടെ സദാ രാവിലെയൊക്കെ വേദമന്ത്രങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കണോ. ഇപ്പൊ നമുക്ക് ആ വേദമന്ത്രങ്ങൾ ശരിക്കും അവിടെ ചൊല്ലണത് കേൾക്കാൻ പറ്റുന്നില്ല ഭഗവാനെ സ്തുതിക്കുന്നത്. കാരണം അവിടെ
കുറച്ച് വേറെ ഭജനയാണ് അവിടെ വടക്കേ നടയിലൊക്കെ നടക്കുന്നത്. അതിപ്പോ തൽക്കാലം മാറ്റിന്ന് കേൾക്കണു ഭാഗവത സത്രം ഹാളിലേക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വേദമന്ത്രങ്ങൾ കൊണ്ട് അതിൽ നിന്നുണ്ടാവുന്ന ആ ഒരു വൈബ്രേഷൻ, ശബ്ദ വൈബ്രേഷൻ, അതാണ് അവിടുത്തെ ആ ഒരു ചൈതന്യമൊക്കെ വർദ്ധിപ്പിക്കുന്നത്. മറ്റേന് ശബ്ദ വൈബ്രേഷൻ ഇല്ല, ആ ഒരു ചൈതന്യം ഇല്ല എന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ എന്നാലും വേദങ്ങളിൽ എന്ന് പറഞ്ഞാൽ അനേകം മന്ത്രങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഒരു ചൈതന്യമാണ് ഭഗവാന്റെ. അപ്പൊ നമ്മൾ ഗുരുവായൂർ എവിടെ പോയി നിന്നാലും ഭഗവാന്റെ ആ ഒരു ചൈതന്യം, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യം അത് തന്നെയാണ് ഗുരുവായൂരുള്ളത് എന്ന് കണ്ടിട്ടാണ് നമ്മൾ ഇതാക്കേണ്ടത്. ഇപ്പൊ നമ്മൾ എന്താ ഗുരുവായൂരപ്പനെ ഇടിച്ചു കയറി മുന്നിലേക്ക് ചെല്ലും. പക്ഷെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുണ്ടോ? ലിസ്റ്റും കൊണ്ട് പോയിട്ട് അവിടെ മുന്നിലെത്തുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഭഗവാനെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കി കൈകൊണ്ട് തൊഴുതിട്ട് പെട്ടെന്ന് മാറും എന്ന് പറയുമ്പോൾ അങ്ങോട്ട് മാറും. അപ്പൊ അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ചൈതന്യം തന്നെയാണ് ഭഗവാൻ. അപ്പൊ അതുപോലുള്ള എല്ലാ മഹാക്ഷേത്രങ്ങളിലും പോയാലും നമ്മൾ അവിടുത്തെ ആ ഒരു ചൈതന്യമാണ് അനുഭവിക്കേണ്ടത്. അവിടെ ഇരിക്കുന്ന ഓരോ ഈശ്വര ദേവതാ സങ്കല്പങ്ങളും നമ്മുടെ ഉള്ളിലുള്ള ദേവതാ സങ്കല്പങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 8ാമത്തെ ശ്ലോകത്തിലോ, പുരുഷ സൂക്തത്തിലെ ആദ്യത്തെ 2 മന്ത്രങ്ങളാണ് 8ാം ശ്ലോകത്തിൽ ഒതുക്കുന്നത് ശ്രീമേൽപ്പത്തൂര്. മൂർജ്ഞാമഷ്ണാം പദാനാം വഹസി ഖലു യഃ സഹസ്രാണി സംഭൂര്യ വിശ്വം തത്രോത്ക്രമ്യാഭിതിഷ്ഠൻ പരിമിത വിവരേ ഭാസി ചിത്താന്തരേഭി ഭൂതം പവ്യം ച സർവം പരപുരുഷ ഭവാൻ കിഞ്ച ദേഹേന്ദ്രിയാദിഷ്വാവിഷ്ടോപ്യുദ്ഗതത്വാം അമൃത സുഖരസം ചാനുപുങ്ക്ഷേ ത്വമേവ. ഭഗവാൻ അനേകായിരം തലകളും കണ്ണുകളും കാലുകളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ അകത്താകെ നിറഞ്ഞും പുറത്തേക്ക് വഴിഞ്ഞു നിൽക്കുന്നവനാണ്. ഏറ്റവും ചെറിയ പഴുതു മാത്രമുള്ള മനസ്സിനകത്തും സ്ഥിതി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും ഇപ്പോൾ നടക്കുന്നതുമായ 3 കാലങ്ങളും, അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഈ 3 കാലങ്ങളും ഭഗവാൻ തന്നെയാണ്. ദേഹേന്ദ്രിയാദികളിൽ പ്രവേശിച്ച ജീവാത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നതും വിഷയസുഖങ്ങൾ അനുഭവിക്കുന്നതും സർവവ്യാപിയായിട്ടുള്ള പരമാത്മാവായിട്ട് ഉയർന്ന് മോക്ഷസൗഖ്യം അനുഭവിക്കുന്നതും ഒരേ ഭഗവാൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. എല്ലാം പഞ്ചേന്ദ്രിയങ്ങൾ ഭഗവാൻ എന്നുള്ള ആ ഒരു ഇതിന്റെ അർത്ഥം തന്നെ അതാണല്ലോ. ഇന്ദ്രിയാദികള് നിയന്ത്രിക്കുന്ന ആ ഒരു ചൈതന്യമാണ് ശരിക്കും ഭഗവാൻ. അതായത് പഞ്ചേന്ദ്രിയങ്ങള്, പഞ്ചകർമ്മേന്ദ്രിയങ്ങള്, ഇതൊക്കെയാണ് ഇതിലെല്ലാം ഭഗവാന്റെ ആ ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ടോ 6ാം ദശകത്തിൽ വർണ്ണിച്ച വിരാട് പുരുഷനും 7ാം ദശകത്തിൽ വർണ്ണിച്ച ഹിരണ്യഗർഭനും കാലവും ജീവാത്മാവും പരമാത്മാവും എല്ലാം ഒരേ വിഷ്ണു ഭഗവാനാണെന്ന അദ്വൈത സിദ്ധാന്തത്തിന്റെ മൂലപ്രമാണമായ പുരുഷ സൂക്ത മന്ത്രങ്ങള് ആണ് ഇനി പറയുന്നത്. അപ്പൊ ഈ പുരുഷ സൂക്ത മന്ത്രങ്ങൾ കൊണ്ടാണ് ഈ ഒരു ശ്ലോകത്തില് സ്തുതിച്ചിരിക്കുന്നത്. അപ്പൊ അത് എന്താണെന്ന് പറയാ. ഭഗവാൻ 1000 കണ്ണുണ്ട്, 1000 കാലുണ്ട് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇങ്ങനെ 1000 കണ്ണും 1000 കാലും എന്നല്ല, ഈ എല്ലാ കാണുന്ന ജീവജാലങ്ങളുടെ കണ്ണും കാലും കൈയും ഒക്കെ ഭഗവാന്റെ തന്നെയാണ്. അതുകൊണ്ടാണ് സഹസ്രാക്ഷി എന്ന് പറയുന്നത്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സ ഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠദശങ്കുലം പുരുഷ ഏവേദം സർവം യദ്ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വസ്യേശാനോ യതേനാനാദിരോഹതി യതന്നേനാദിരോഹതി എന്നാണ് പറയുന്നത്. പുരുഷസൂക്തത്തിലെ 3ാമത്തെ മന്ത്രമായിട്ടാണ് ഇനി അടുത്തത് ഒറ്റ ശ്ലോകമായിട്ട് വികസിപ്പിച്ചിരിക്കുന്നത്. മറ്റേ പറഞ്ഞു 1, 2 മന്ത്രങ്ങളാണ്. അപ്പൊ ഭഗവാൻ ഈ സഹസ്രാക്ഷി സഹസ്രപാദം എന്നൊക്കെ പറഞ്ഞാല് അത് വേദങ്ങളിലുള്ള ഒരു പുരുഷ സൂക്ത മന്ത്രത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ കാണുന്ന എല്ലാത്തിൻ്റെയും ചൈതന്യം, പക്ഷെ ഓരോന്നിലെയും ചൈതന്യം വ്യത്യാസമുണ്ട്. മരങ്ങളിലുള്ള ചൈതന്യമല്ല പക്ഷികളിലുള്ള അല്ല, മൃഗങ്ങളിലുള്ള അല്ല, മനുഷ്യരില്. പക്ഷെ എല്ലാത്തിലും ഇരിക്കുന്ന ആ ഒരു പരമാത്മാവും ജീവാത്മാവും ഒക്കെ ആരാണ്? സാക്ഷാൽ ശ്രീ വിഷ്ണു ഭഗവാനാണ്. ഇനി 9ാമത്തെ ശ്ലോകത്തില് പുരുഷ സൂക്തത്തിലെ 3ാം മന്ത്രമായിട്ടാണ് ഒറ്റ ശ്ലോകമായിട്ട് വികസിപ്പിച്ചിരിക്കുന്നത്. യത്തു ത്രൈലോക്യരൂപം ദധതഭിചതതോ നിർഗതോ നന്ദശുദ്ധജ്ഞാനാത്മാ വർത്തസേ ത്വം തവ ഖലു മഹിമാ സോഭിതാവാൻ കിമന്യത് സ്തോകസ്തേ ഭാഗ ഏവാഖില ഭുവനതയാ ദൃശ്യതേ ത്രിംശകൽപ്പം ഭൂയിഷ്ടം സാന്ദ്രമോദാത്മകമുപരി തതോ ഭാതി തസ്മൈ നമസ്തേ. 9ാമത്തെ ശ്ലോകത്തിൽ പറയാണ്,
മൂന്ന് ലോകവും ഭഗവാനാണ്. അതിനു പുറമെ വിശാലവും വിമലവുമായ ജ്ഞാനവും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന്റെ വലിപ്പം എത്രയാണെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. ലോകമെല്ലാം കൂടിയാൽ ഭഗവാന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ആവുകയുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, പുതിയ പുതിയ ഗ്രഹങ്ങളും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എത്രയാണ് ഈ ഭഗവാന്റെ വലിപ്പം എന്നുള്ളത് ആർക്കും പറയാൻ സാധിക്കില്ല. പരമാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവത് സ്വരൂപത്തിന്റെ മുക്കാൽ ഭാഗവും ലോകങ്ങളുടെ എല്ലാം മീതെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് സാരം. നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്നതൊന്നുമല്ല ഭഗവാന്റെ ലോകം എന്ന് പറഞ്ഞാൽ അത് അത്രയും വിശാലമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി 10ാമത്തെ ശ്ലോകത്തിലോ വേദസ്തുതി ദശകം ഉപസംഹരിക്കുകയാണ് ശ്രീ മേൽപ്പത്തൂര്. അവ്യക്തം തേ സ്വരൂപം ദുരതിഗമതമം തത്തു ശുദ്ധൈക സത്വം വ്യക്തം ചാപ്യേ തദേവ സ്ഫുടമമൃതരസാംബോധികല്ലോലതുല്യം സർവോത്കൃഷ്ടാമഭീഷ്ടാം തദിഹ ഗുണരസേനൈവ ചിത്തം ഹരന്തീം മൂർത്തിം തേ സംശ്രയേഹം പവനപുരപദേ പാഹി മാം കൃഷ്ണരോഗാത്. ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാന്റെ പരമാത്മസ്വരൂപം അവ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് എന്നാണ് പറയുന്നത്. വൈകുണ്ഠത്തിലുള്ള ആ ശുദ്ധ സത്വരൂപം ആണ് വ്യക്തമായിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ അമൃത സമുദ്രത്തിലെ തിരമാലയ്ക്ക് തുല്യമാണ്. ആ രൂപം അത്യുത്കൃഷ്ടവും അതിമധുരവും അത്യാകർഷവുമാണ്. ആ മൂർത്തിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം. സാന്ദ്രാനന്ദാവബോധാത്മകമായ ഭഗവാന്റെ ആ ഒരു ബ്രഹ്മ സ്വരൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഗമശതസഹസ്രത്താൽ നിർഭാസ്യമാനമാണെങ്കിലും അസ്പഷ്ടമാണെങ്കിലും അതുതന്നെ ശുദ്ധ സത്വമയമായി വ്യക്തമായി ഗുരുവായൂരിൽ ശോഭിക്കുന്നുണ്ടെന്നും 1ാം ദശകത്തില് 1ാം ശ്ലോകത്തില് പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം 1ാം ദശകം തുടങ്ങുന്നത് സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവദിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഇതാണ് 1ാമത്തെ ദശകത്തിൽ 1ാം ശ്ലോകത്തിൽ മേൽപ്പത്തൂര് പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആ ഒരു സാന്ദ്രാനന്ദാവബോധാത്മകമായ ബ്രഹ്മസ്വരൂപമായിട്ടുള്ള ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് പറയുകയാണ്. പിന്നെ ഭഗവാന്റെ ആ ഒരു സ്വരൂപം ശുദ്ധ സത്വമയമാണെന്ന് വ്യാസൻ ഭാഗവതത്തിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടെന്ന് 3ാം ദശകത്തിലെ 3ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതായത് 3ാം ദശകത്തിലെ 3ാം ശ്ലോകം നമുക്കൊന്ന് നോക്കാം. മുനി പ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മകതയോ ഭവത്പാദാംഭോജേ സ്മരണ വിരുജോ നാരദമുഖാ ചരന്തീശ സ്വൈരം സതത പരിനിർഭാത പരചിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാ കിമപരം. അതാണ് 3ാമത്തെ ശ്ലോകത്തില് 3ാം ദശകത്തിൽ പറയുന്നത്. ബ്രഹ്മസിന്ധുവിലെ കല്ലോലമാണ് സത്വഗുണമെന്നും 4ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഭവത് ഭക്തി സ്പീദാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷ ക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹ കണിക ന ചേദ്യാസസ്വോക്തി തവ ച വചനം നൈഗമവച ഭവേൻ മിഥ്യാരഥ്യ പുരുഷവചന പ്രായമഖിലം. അങ്ങനെ ആ സത്വഗുണം തന്നെയാണ് വൈകുണ്ഠത്തിലെ ഭഗവത് രൂപമെന്ന് എല്ലാ ശ്ലോകങ്ങൾ കൊണ്ടും ഭഗവാൻ വ്യക്തമാക്കുകയാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ സത്വഗുണപ്രധാനിയായിട്ടുള്ള ആളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഗുരുവായൂരപ്പനെ തന്നെ താൻ ആശ്രയിക്കുന്നു എന്നാണ് പറയുന്നത്. 2ാം ദശകത്തിലെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ കൊണ്ടാണ് ആ ഭഗവാന്റെ മൂർത്തിയുടെ മുടി മുതൽ അടി വരെ ഭഗവാനെ വർണ്ണിച്ചിട്ടുണ്ട്. അതായത് ആദ്യം തന്നെ ഒന്ന് വർണ്ണിച്ചിട്ടുണ്ട്. 100ാം ദശകം എഴുതുന്നതിന് മുമ്പ് തന്നെ ഭഗവാനെ വർണ്ണിച്ചിട്ടുണ്ട്. അത് 2ാമത്തെ ദശകത്തിലെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ കൊണ്ടാണ്. 2ാമത്തെ ദശകത്തിലെ ആദ്യത്തെ 2 ശ്ലോകങ്ങള് സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോത്പാസി ഫാലാന്തരം കാരുണ്യാകുല നേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭ കുണ്ടലയുഗം കണ്ഠോജ്വല കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ കേയൂരാംഗത കങ്കണോത്തമമാഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗതഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം
ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം. ഭാഗവതം നോക്കിയിട്ടാണല്ലോ, അല്ലെ, ഭാഗവത സംഗ്രഹമായിട്ടാണ് നാരായണീയെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഭാഗവതത്തിൽ വിവരിച്ച ആ ഒരു ഭഗവാനെയാണ് ഈ ദശകം 2 ഭഗവത് സ്വരൂപമായിട്ട് വർദ്ധിച്ചത്. അങ്ങനെ ഈ 100 ദശകങ്ങളും എഴുതി കഴിഞ്ഞ്, ഏകദേശം 99 ദശകങ്ങളും എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീ മേൽപ്പത്തൂരിന് ദർശനം കൊടുക്കുന്നതാണ് അടുത്ത 100ാമത്തെ ദശകത്തിലുള്ള ഭഗവാന്റെ ഒരു കേശാദിപാദ വർണ്ണനം. ആദ്യം പറയുന്നത് ഭാഗവതത്തിലുള്ളതാണെങ്കിൽ അവസാനം മേൽപ്പത്തൂരിന് ശ്രീ ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് ദർശനം കൊടുത്തത് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ ഭഗവൻ മൂർത്തിയുടെ മുടി മുതൽ അടിവരെ വർണ്ണിച്ചതിന് ശേഷം നിന്തിരുവടിയുടെ വിഗ്രഹത്തെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞു വെച്ചു. ആരംഭത്തിൽ പറഞ്ഞ അക്കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ശ്ലോകത്തിൽ വളരെ ചുരുക്കിയിട്ട് സംഗ്രഹിച്ചിരിക്കുന്നത്. അതായത് ഈ 10ാമത്തെ ശ്ലോകത്തിലും ആരംഭത്തിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ തന്നെയാണ് വളരെ ചുരുക്കിയിട്ട് സംഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ ആ ഒരു ശുദ്ധ സത്വരൂപമായിട്ടുള്ള ഭഗവാനെ നമ്മൾ എപ്പോഴും നമുക്ക് കഴിയുന്ന രീതിയിൽ അർച്ചന ചെയ്യുക, ഭഗവാനെ ധ്യാനിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക. ഇതിലൂടെ മാത്രമേ മോക്ഷപ്രാപ്തി സാധ്യമാവുള്ളൂ. ആ ഒരു ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് വേദങ്ങൾ കൊണ്ട് സ്തുതിച്ചതിന് ശേഷമാണ് ഇനി നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാൻ പോകുന്ന ഭഗവാന്റെ ആ ഒരു കേശാദിപാദം, ഭഗവാൻ മേൽപ്പത്തൂരിന് ദർശനം കൊടുത്ത ആ ഒരു കേശാദിപാദം എങ്ങനെയാന്നുള്ളത് നമുക്ക് അടുത്ത പ്രഭാഷണങ്ങളിൽ കേൾക്കാം. ഈ ഒരു പ്രഭാഷണം കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഭഗവാന്റെ പാദങ്ങളിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഭഗവാന്റെ പാദങ്ങളിൽ ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിലെല്ലാവരും ക്ഷമിക്കണം എന്ന് പറയുകയാണ്. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഹരിയേ നമഃ.